ഹേ സിനിമയിൽ എല്ലാവരുടെ ചാനലിൽ സ്വാഗതം. എന്ന് പറഞ്ഞ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമയെ പറ്റിയാണ്. ഉന്മാദം ഒരു കിടിലൻ വ്യത്യസ്ത ലുക്കിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ കിരൺ ദാസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ റൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷാഹി കബീറാണ്. ആ ഒരു ഒറ്റൊരു പേര് മതി നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ മുൻ വർക്കായ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവിയ പൂഞ്ചിറ, നായാട്ട്, ജോസഫ് എന്നീ ചിത്രങ്ങളാണ്. ജയസൂര്യയുടെ ഓപ്പറേഷൻ ട്രാൽ എന്ന ചിത്രത്തിൻ്റെ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. ഗംഭീര ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. അപ്പോൾ സിനിമയും നല്ല കിടിലൻ ചിത്രം തന്നെ ആവട്ടെ. ഒരു മലയാള സിനിമ ആയിട്ട് പോലും നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയുടെ കേരള ബുക്കിംഗ് അത്യാവശ്യം തന്നെ വൈകി തന്നെയാണ് വരുന്നത്. കാരണം സിനിമ സെൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. സോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സിനിമയുടെ കേരള ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു വർഷമായി നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഗംഭീര കംബാക്ക് നടന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതേ അടുത്ത ചിത്രങ്ങൾ വരാൻ പോണു. പാട്രിയോട്ട്, ദൃശ്യം 3. അപ്പോൾ എന്തായാലും ഈ വർഷവും നല്ല ഗംഭീരമാവട്ടെ. ഈ വർഷം നമ്മുടെ ലാലേട്ടൻ തൂക്കട്ടെ. നമ്മുടെ ആ കാട്ടാളൻ എന്ന സിനിമയുടെ മജക്കോ മല്ലിക എന്ന സിനിമയുടെ വീഡിയോ സോങ് ഔട്ടായിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ കാണാൻ സാധിക്കുകയാണ്. സിനിമയുടെ തെലുങ്ക് വെർഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമ ആയിട്ട് പോലും തെലുങ്കാണ് റിലീസ് ചെയ്തത്. കാരണം നമ്മുടെ സുനിൽ തെലുങ്ക് ബേസ്ഡാണല്ലോ. തെലുങ്ക് ബേസ്ഡ് നടനായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പ്രയോറിറ്റി വരാൻ വേണ്ടിയാണ് സിനിമയുടെ തെലുങ്ക് വെർഷൻ ആദ്യം റിലീസ് ചെയ്തത്. ഇപ്പോൾ അതായത് നമ്മുടെ ബബ്ബ ടീം വീണ്ടും ഒന്നിക്കുന്നുണ്ട്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ നമ്മുടെ ദിലീപാണ് നായകൻ. വിനീത് ശ്രീനിവാസനാണ് സിനിമ റൈറ്റ് ചെയ്യുന്നതാണ് റൂമേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും ആ റൂമേഴ്സൊക്കെ എന്തായാലും ശരിയാവട്ടെ. സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഇന്നേ ദിവസം നമ്മുടെ മധുരയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. നമ്മുടെ അർജുൻ്റെ ബ്ലാസ്റ്റ് എന്ന ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രീതി മുകുന്ദനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഇടിപ്പടം ഫാമിലി ഫണ്ണായിട്ടൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒട്ടിട്ട് സിനിമ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.